ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി മനുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്രനെ വിളിച്ചിട്ട് കിട്ടിയോന്ന്. അപ്പം മനു പറയുന്നുണ്ടായിരുന്നു, ഞാൻ അങ്കിളിനെ വിളിച്ച് നോക്കി, 2 തവണ വിളിച്ചു, 2 തവണയും അങ്കിള് കോൾ എടുത്തില്ല എന്ന് പറയും. അതുപോലെ തന്നെ പിന്നീട് മനു വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിള് പോകാറുള്ള ക്ലബിലേക്ക് മറ്റു പോയിട്ടുണ്ടോ എന്ന് ആൻറ്റി വിളിച്ച് നോക്കിയോ എന്ന് ചോദിക്കും. അവിടേക്കൊക്കെ ഞാൻ വിളിച്ച് നോക്കി, അവിടേക്കൊന്നും ചെന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം, 22 വർഷത്തിന് ശേഷം ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത്. ഇങ്ങനെ പറയാതെ ബാലേന്ദ്രൻ പോകുന്നതെന്ന് പറയും. എന്തായാലും ഞാൻ മറ്റൊരു വഴിക്ക് അന്വേഷിക്കട്ടെ, ഞാൻ എന്തായാലും ആൻറ്റീനെ അങ്ങോട്ട് തിരിച്ച് വിളിച്ചോളാം എന്ന് പറഞ്ഞ് മനു കോള് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ബാലചന്ദ്രൻ യാത്രയിൽ തന്നെയാണ്. അപ്പോൾ എവിടെ വണ്ടി സൈഡാക്കിയിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ വണ്ടികൾ പോകുന്ന സൗണ്ട് കേട്ടുകൊണ്ട് പിന്നീട് ഉണരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് മുഖമൊക്കെ കഴുകുന്നുണ്ട്. വീണ്ടും യാത്ര തുടരുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ ഗംഗാധരൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആകെ തളർന്ന് ക്ഷീണിച്ചാണ് കേട്ടോ അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോഴാണ് അയാൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്ന് ഇറങ്ങുന്നത്. ആ സമയത്താണ് ബാലചന്ദ്രനെ കാണുന്നതും. അപ്പോൾ അയാൾക്ക് പെട്ടെന്നൊരു ഞെട്ടലാവുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നത്, അതുപോലെ തന്നെ ഒറ്റയ്ക്കാണ് വന്നത്, എന്താ ഇത്ര രാവിലെ വന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബാലേന്ദ്രൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട്, സമയം 8 മണിയായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത്ര രാവിലെ എന്താ വന്നു എന്ന് ചോദിക്കുന്ന സമയത്താണ് എന്തായാലും പിന്നീട് അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് നല്ല ടയേർഡായിട്ടാണല്ലോ വന്നിട്ടുള്ളത്, അപ്പോൾ വേറെ എവിടെയെങ്കിലും പോയിട്ട് വന്നതാണോ എന്നുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഗംഗാധരനും അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഗംഗാധരൻ വൈഫിനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, മാലതിനെ വിളിക്കുന്നുണ്ടായിരുന്നു, ബാലചന്ദ്രൻ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ മാലതി വന്ന് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്, ഒറ്റയ്ക്കാണോ വന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനുള്ള ഗസ്റ്റ് റൂമൊക്കെ റെഡിയാക്കാനായിട്ട് പറയുന്നുണ്ട് ഗംഗാധരൻ. അപ്പം മാലതി അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ഗംഗാധരനാണെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും വിടുന്നില്ല. ബാലേന്ദ്രനോട് പറയുന്നുണ്ട്, ഞാൻ ബാലേന്ദ്രൻ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുമ്പോഴേക്കും തിരിച്ചു വരാം എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇത്രയും ദൂരം 400 കിലോമീറ്റർ വണ്ടി ഓടിച്ച് വന്നത് വെറുതെ അല്ലാന്ന് ഇങ്ങനെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾക്ക് കാര്യം സീരിയസ് ആണെന്ന് മനസ്സിലാവുന്നുണ്ട്. ബാലേന്ദ്രൻ്റെ സ്വഭാവം ഒക്കെ അതുപോലെയാണ് കേട്ടോ, ഭയങ്കര ദേഷ്യത്തിലും അതുപോലെ തന്നെ എന്തും ചെയ്യാനുള്ള ഒരു ഇതിലാണ് കേട്ടോ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ശരി എന്ന് പറയുന്നുണ്ട്. ബാലേന്ദ്രൻ സംസാരിക്കാനുള്ളതെല്ലാം കേട്ടിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും എന്തായാലും പിന്നീട് ഒരു കപ്പ് ചായയൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈഫിനോട്. ആ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്, റൂം റെഡിയാണ് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഗംഗാധരൻ ബാലേന്ദ്രനോട് പറയുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രന് സംസാരിക്കാനുള്ളത് കേട്ടിട്ട് ഞാൻ എവിടേക്കും പോകുന്നുള്ളൂ എന്ന്. അത് പറഞ്ഞ ശേഷമാണ് കേട്ടോ റൂമിലേക്ക് പോകുന്നത്. പിന്നീട് അതുപോലെ തന്നെ മാലതി ആണെങ്കിലും ബാലേന്ദ്രനോട് വൈജയന്തിയുടെയും കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരെന്താ കൊണ്ടുവരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു പ്ലഷർ ട്രിപ്പ് വന്നതല്ല എന്നിങ്ങനെ ബാലേന്ദ്രൻ കുറച്ചിങ്ങനെ കുത്തി പറയുന്ന പോലെ പറയും. അപ്പോൾ ഇതെന്തോ പറയുന്നത് ഒരു ഇൻസൾട്ട് പോലെ പറയുന്നതാണല്ലോ എന്ന് മാലതി പറയുമ്പോൾ, ആരാ ഇൻസൾട്ട് ചെയ്യുന്നത്, ആരാ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ബാലേന്ദ്രനാണെങ്കിലും അങ്ങ് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാലതി പിന്നീട് ഫ്രഷ് ആയിട്ട് വന്നോളൂ, ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് മാലതി ഗംഗാധരനോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അയാൾ എന്തോ നല്ല ടയേർഡായിട്ടാണല്ലോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കായിരുന്നല്ലോ ഗംഗാധരൻ, അപ്പോൾ എന്താ എൻഗേജ്മെൻറ്റിന് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ എന്തോ കാര്യം സീരിയസ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അയാൾ എന്തും ചെയ്യുന്നുള്ള ആ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ അയാൾക്ക് പറയാനുള്ളതെല്ലാം കേൾക്കാതെ പോകാൻ പറ്റില്ല എന്ന് ഗംഗാധരൻ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വൈജയനെ വിളിച്ച് ചോദിച്ചാലോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേണ്ട, വൈജയനോട് പറയാതെയാണ് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അവർ എന്തെങ്കിലും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ടാണോ വന്നതെന്നൊക്കെ നമുക്കറിയാലോ എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, ബാലേന്ദ്രൻ ഇവിടെ വന്നു എന്നുള്ളതിന് ഒരു തെളിവ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പോലെ ആവില്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തായാലും വൈജയനെ വിളിക്കേണ്ട എന്നുള്ള ആ ഒരു ഇതിലെത്തുകയാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഫ്രഷ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വയ്ക്കാനൊക്കെ പറയുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം, പുറത്ത് ഹോട്ടലിൽ എവിടെയെങ്കിലും പോകാമെന്ന് ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഗംഗേട്ടനോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നാൽ ശരി, ഞാൻ മാലതിനോടൊന്ന് പറഞ്ഞിട്ട് വരാം, ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട എന്നുള്ളത് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് ഗംഗാധരനും അവിടുന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് അവരെല്ലാം ഹോട്ടലിലേക്ക് പോകാൻ കേട്ടോ രണ്ടുപേരും കൂടെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാലേന്ദ്രൻ്റെ ബിസിനസ്സിനെ കുറിച്ചൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഗംഗാധരനാണെങ്കിലും ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ അത് ഇഷ്ടപ്പെടുന്നില്ല. ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഞാൻ ഭയങ്കര പ്രഷറിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് സില്ലി ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എൻ്റെ ഇങ്ങനെ പ്രഷർ കൂട്ടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഭയങ്കര ദേഷ്യത്തിൽ. പിന്നീട് അവർ ഹോട്ടലിൽ എത്തുന്നുണ്ടായിരുന്നു. ഹോട്ടലിലെത്തിയിട്ടും അപ്പോൾ റൂം ബോയ് വന്നിട്ട് അവരോട് കഴിക്കാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ മെനു ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ എന്താ വേണ്ടതെന്ന് ചോദിക്കും ഗംഗാധരൻ. അപ്പോൾ എനിക്ക് ചോദ്യത്തിനുള്ള ഉത്തരമാണ് വേണ്ടതെന്ന് ബാലേന്ദ്രൻ പറയാണ്. അപ്പോൾ എന്തായാലും പിന്നീട് അയാൾ തന്നെ ചപ്പാത്തിയും കുറുമയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും അയാളാണെങ്കിലും പിന്നീട് അവിടുത്തെ കർട്ടനൊക്കെ ഇങ്ങനെ നീക്കിയിടാൻ പോകുന്ന സമയത്ത് ഗംഗേട്ട എനിക്കിങ്ങനെ
എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണം എന്ന് പറയും. ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു എന്നാൽ നീ ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പെങ്ങൾ 22 വർഷം മുന്നേ ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. നാളത്തെ പ്രൊമോയിലാണെങ്കിൽ ഗംഗാധരൻ എല്ലാ സത്യങ്ങളും ബാലേന്ദ്രനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ബാലേന്ദ്രനാണെങ്കിലും ഗംഗാധരൻ്റെ ഷർട്ടിനെ പിടിച്ച് വലിക്കുകയും ആകെ ആ ഒരു സത്യം അറിഞ്ഞ ആ ഒരു സങ്കടത്തിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് ഗംഗാധരനാണെങ്കിലും മാലതിനോട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിരുന്നു. വൈജയുടെ എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രൻ അറിഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. ബാലചന്ദ്രൻ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞു എന്ന് നമുക്ക് വൈജയനെ അറിയിച്ചാലോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ടായിരുന്നു വൈജ അത് അറിഞ്ഞിട്ടുണ്ടായെങ്കിലായിരിക്കും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്ന്. അപ്പോൾ ഇത്രയാണ് പ്രമോല് കാണിച്ച്